ഇവിടെ നമ്മുടെ ഭാര്യയെ നമ്മളെ ഒന്ന് സങ്കല്പിക്കുക. നമ്മൾ പള്ളിയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നാട്ടിൽ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് വരെ ഒരു സമാധാനത്തിലൊന്ന് കുളിച്ചിട്ട് കിടക്കാൻ ആ തിരക്കിൽ ഇങ്ങനെ വരുമ്പോ ഭാര്യ തടഞ്ഞു നിർത്തിട്ട് ചോദിക്കുക, പിന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം ഏത് പെണ്ണിനോടാ? നമ്മൾ എന്ത് പറയും? നിങ്ങൾ ആരും ചിരിക്കണ്ട, ഞാൻ ഖുർആനെ പരിചയപ്പെടുത്താണ്. നമ്മൾ എന്ത് പറയാ അവരോട്? എന്താ ചെയ്യാ? എന്ത് പറയാ സലീം ഭായി? ഈ ചിരി നമ്മുടെ ഇതൊക്കെ അങ്ങോട്ട് മാറും. പണ്ടാരടങ്ങാൻ ഇപ്പൊ ചോദിക്കാൻ ലവിന്റെ മീറ്ററുമായിട്ട് വരാൻ പറ്റിയ സമയം. മനുഷ്യരൊന്ന് പോയി കുളിച്ചിട്ടൊന്ന് ഡ്രസ്സ് മാറി, എന്നൊക്കെ പ്രാന്താണ്. ചിലപ്പോ ഭാര്യ നിഷ്കളങ്കമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹാരോടാ, അപ്പൊ ഒന്നും പറയാൻ പറ്റിയില്ലേലും നമ്മൾ എന്ത് ചോദിക്കുന്നറിയോ? മെല്ലെ മുഖത്ത് പട്ട. സ്വാഭാവികമായിട്ട് നമ്മുടെ മറുപടി അങ്ങനെയാവാം. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആല ഇത് ചോദിക്കാൻ കാരണം, യുദ്ധത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നിന്ന് പള്ളിയിൽ വന്നിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുന്നത്. കുറെ ദിവസം തന്നെ മുത്തുനബി തന്നിൽ നിന്ന് അകന്നു നിന്നപ്പോ ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് ഒരു സങ്കടം. എന്തേ ഇതിന്റെയൊക്കെ തിരക്കിൽ എന്നെ മറന്നു പോകുന്നു, എന്റെ റസൂൽ എന്നോട് മറന്നു പോയോ? അതുകൊണ്ടാണ് വന്ന ഉടനെ കൊച്ചു പെണ്ണല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ഏത് പെണ്ണിനോടാ? വേറെ ഭാര്യമാരുണ്ടല്ലോ. നിഷ്കളങ്കമായ ചോദ്യം. ഇവിടെയാണ് ഒരു ഭർത്താവിനെ നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഒളിച്ചോട്ടത്തിന്റെ കഥയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭാഗം ചിലപ്പോൾ നമുക്ക് കുറച്ച് ക്ലിയർ ആക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഒരു ഭർത്താവിനെ പഠിപ്പിച്ചു തരാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷമയുടെയും ഗുണമേന്മയുടെയും സഹിഷ്ണുതയുടെയും പാഠം പഠിപ്പിച്ചു തന്ന ഗുണമേന്മയും കുടമയും മുഖചന്ദ്രവും സകലത്തിലും തനിച്ചോരിത അതല്ലദീ ഖുലിഅത അലൈഹി മലാബിസു വനഫായിസു ഫനദീറുഹു വലാ യൂജദു. ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള മുഖകമലത്തെ തന്റെ പുഞ്ചിരിയുടെ അകമ്പടി കൊണ്ട് ആ സൗന്ദര്യത്തെ സദഗുണീകരിച്ച അല്ലാഹുവിന്റെ റസൂൽ ഓടി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അത്രേ ആയിഷ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമേറിയ പെണ്ണിനോടൊന്നൊരു, അത് നിന്നോടാണ് ആയിഷ. എന്റെ ഹൃദയത്തിലെ സ്നേഹം നിന്നോടാണ് മോള്. ഏത് സമയത്തും എന്റെ ഹൃദയത്തിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കണ്ണു തുറന്നാ നീയാണ്, നെഞ്ചിനുള്ളിൽ നീയാണ്. ഏഴാം പകരന്റെ അങ്ങേറ്റത്ത് പോയി ഒളിച്ചു വരന്നാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിനെ എന്ന് മുഖത്ത് നോക്കി പാടേണ്ടത് ആരാന്റെ പെണ്ണിന്റെ മുഖത്തല്ല, ഇന്നലെ ഓഫീസിൽ വന്ന ജോലിക്കാരിയുടെ മുഖത്തല്ല, ബസ് സ്റ്റോപ്പിൽ വെച്ച് കിടന്ന മടിക്കുത്തിന്റെ കനം കണ്ടിട്ട് എന്നെ ചിരിച്ചു കാണിച്ച പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടല്ല, നിനക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുന്ന വൈകുന്നേരം വരെ നിനക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി കാത്തിരിക്കുന്ന എന്റെ മക്കളെ പ്രസവിപ്പിച്ചു തന്ന, എന്റെ വസ്ത്രം അലക്കി തേച്ചു തന്ന, നീ വരുന്നതും കാത്തു ഉമ്മറപ്പടിയിൽ കണ്ണെത്താ ദൂരത്ത് കണ്ണും നട്ട പോലെ കാത്തിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പെണ്ണില്ലയോ? അടുക്കളയിലേറ്റവും അവസാനം ഉറങ്ങുന്ന, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന, നമ്മുടെ വീടിന്റെ കരിപ്പുകയുടെ ഏറ്റവും കുറച്ച് ഉറങ്ങുന്ന നിന്നെ കാത്തിരിക്കുന്നു നിന്റെ ഭാര്യയില്ലേ? ആ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പാടേണ്ടത്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കണ്ണു തുറന്നാ നീയാണെന്ന് അനുരാഗത്തിന്റെ ആന്തോളനങ്ങളുടെ അതുല്യത്വ സ്പർശത്തെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നവന് അവനാണ് ഏദൻ തോട്ടത്തിലെ ഭർത്താവെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്രേ ആയിഷ, അത് നിന്നോടാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. ചോദ്യം അവസാനിച്ചില്ല മുഅ്മിനീങ്ങളെ, ചോദ്യം അവസാനിച്ചില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹാ രണ്ടാമത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെയുള്ള പുരുഷന്മാര് അങ്ങേക്ക് ഏറ്റവും സ്നേഹമാരോടാണ് നബിയേ? സ്ത്രീകളിൽ എന്നോടാണ്, പുരുഷന്മാരിൽ ആരോടാണ് നബിയേ?
എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചോദ്യത്തിന്റെ മർമ്മമറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവത്രേ, ആയിഷ അബൂക്കി അത് നിന്റെ വാപ്പയോടാണ് മോളെ, അബൂക്കി നിന്റെ വാപ്പയോടാണ് മോളെ. ഇമാം ബൈഹഖി അടക്കമുള്ള ഇമാം നസായി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസാണിത്. ഇത് അഹ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നതല്ല. അബൂക്കി നിന്റെ വാപ്പയോടാണ് മോളെ. എനിക്ക് ഏറ്റവും ഇഷ്ടം അതെന്റെ അബൂബക്കർ, അതെന്റെ പ്രിയപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ആയിഷ എന്ന എന്റെ പ്രിയപ്പെട്ട പ്രേമബാധനത്ത് എന്റെ കൈവെള്ളയിൽ വെച്ചാണ് എന്റെ ഭാര്യ പിതാവിനോടാണ് എനിക്ക് ഏറ്റവും വലിയ സ്നേഹമെന്ന് പറഞ്ഞു കൊടുത്ത ഞാനടക്കമുള്ള പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഞാനെന്ന് ചോദിക്കുകയാ. നമ്മൾ കല്യാണം നടക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ വിസ്മരിച്ചു പോകുന്ന, ജീവിതത്തിൽ ഇന്നേവരെ നമ്മളൊരു പ്രാധാന്യം കൊടുക്കാത്ത, എന്നാൽ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കഥാപാത്രമുണ്ട്. അതാണ് നമ്മുടെ ഭാര്യാപിതാവ്, അതാണ് നമ്മുടെ അമ്മോശം കാക്ക. ഇതേവരെ നമ്മുടെ ജീവിതത്തിൽ ഭാഗതയത്വം കൊടുക്കാത്ത ഈ കടുവാപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നടക്കുന്ന KTCC ആഡിറ്റോറിയത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ പ്രസംഗിക്കുമ്പോ ഈ ആഡിറ്റോറിയം ഒത്തിരി സന്തോഷം കണ്ടിട്ടുണ്ട്. കല്യാണത്തിന്റെ തലേ ദിവസത്തെ മൈലാഞ്ചി കല്യാണങ്ങൾ, കല്യാണ ദിവസത്തിന്റെ ദഫ്മുട്ടുകൾ, കല്യാണ ദിവസത്തിന്റെ കല്യാണ പാട്ടുകൾ, എത്രയേറെ സന്തോഷത്തിന്റെ മൈലാഞ്ചി പൂത്ത സ്ഥലമാണിത്, എത്രയേറെ തരിവിളകൾ പൊട്ടിച്ചിരിച്ച സ്ഥലമാണിത്. പക്ഷെ ഞാൻ പറയുകയാ, ഈ കടുവാപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കണ്ടത് രണ്ട് സ്ഥലത്താ. ഒന്ന് കടുവാപ്പള്ളി മക്ബറയില് ഭാഗത്ത് നിന്ന് അസ്വസ്ഥബാധിതമായ മനസ്സുമായി തങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന സിയാറത്തിന് വന്നവർ. രണ്ടാമത് കണ്ണുനീര് ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ആഡിറ്റോറിയത്തിന്റെ അകത്തളത്തിലോ. കല്യാണം നടക്കുന്ന സമയത്ത് ഇതേറെ നമ്മളെ കാണാത്തൊരു കാഴ്ചയുണ്ട്. ഏറെയോ എന്റെ പ്രിയപ്പെട്ട മകളെ നിക്കാഹ് ചെയ്യാ പുതിയാപ്ല വരുമ്പോ ആ പുതുമണവാളന്റെ മുമ്പിലേക്ക് മെല്ലെ മെല്ലെ വന്നിരുന്ന് അവന്റെ കൈവെള്ളയിലേക്ക് പ്രിയപ്പെട്ട ഇമാം ഷഫീഖ് ഖാസിമി വന്നു. പുതുമണവാളനും ഭാര്യാപിതാവും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. രണ്ടുപേരുടെയും കൈകളിലേക്ക് പിടിച്ചിട്ട് ഇമാം ഷഫീഖ് ഖാസിമി ആ പിതാവിന്റെ കൈവെള്ളയിലേക്ക് നവവരന്റെ കൈയെടുത്തിട്ട് നമ്മുടെ കൈയെടുത്ത് വെച്ചു കൊടുക്കുകയാ. എന്താണെന്നറിയോ, സമയത്ത് ഏറ്റവും വലിയ കണ്ണുനീരറിയാത്ത കണ്ണുനീരാരുടേടാ. ഈ വർക്കല ബീച്ചിൽ പോയാൽ കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുന്ന അറബിക്കടലിന്റെ തിരമാലകളേക്കാൾ പ്രക്ഷുബ്ധമാണ് പിതാവിന്റെ മനസ്സ്. 18 വർഷക്കാലം കൈവെള്ളയിൽ കൈവല്യം പോലെ ഞാൻ കാത്തു സൂക്ഷിച്ച, ഓടി വരുമ്പോൾ മിഠായിക്ക് വേണ്ട എന്റെ അടുക്കലേക്ക് ഓടി വന്നെന്റെ കണ്ണ് ചുമലിൽ കെട്ടിപ്പിടിച്ച ഈ 18 വർഷക്കാലം വരെ ഓരോ സമയത്തും കാലാണോ കയ്യാണോ വളർന്നിരുന്ന നോട്ടുണ്ട് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്റെ പൊന്നുമോൾ. ആ പൊന്നുമോളെ ഇന്നലെ പരിചയപ്പെട്ടൊരു ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുകയാ. ആ സമയത്ത് ആ ഭാര്യാപിതാവിന്റെ ഹൃദയത്തിന്റെ കണ്ണുനീര് കാണാൻ അയാളുടെ ഹൃദയം തിരമാല പോലെ ഇരമ്പുകയാണ്. അവൾക്കിനി ഒരു നല്ല ജീവിതം കിട്ടുമോ? എന്റെ പൊന്നുമോള് കണ്ണുനീര് വരുമോ? എന്റെ പൊന്നുമോള് പോകുന്ന വീട്ട് ഇതേവരെ 18 വർഷം ഞാനും ഭാര്യയും അവളുടെ സഹോദരങ്ങളും കൊടുത്ത ഒരു സ്നേഹം അവൾക്ക് കിട്ടുമോ? അതല്ല, എന്റെ പൊന്നുമോള് ജീവിതത്തിൽ എനിക്കറിയാൻ വിധിക്കപ്പെട്ടവളാണോ? ആ സമയത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പറഞ്ഞത് തന്നെ പഴകി പറയാനല്ല, ഞാൻ നിങ്ങളും അറിയേണ്ട ഒരു കാഴ്ചയുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ട ഷഫീഖ് ഖാസിമി നമ്മുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഭാര്യാപിതാവ് പറയുന്നൊരു വാക്കുണ്ട്, ആ പറയുന്നത് നമ്മൾ ഏറ്റു പറയാറുമുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? വിവാഹം നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ കയ്യിലേക്ക് ഭാര്യാപിതാവ് വെച്ചു വരുമ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കിന്റെ അർത്ഥം നമ്മൾ നന്നായി പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഭർത്താവും ഒരു ഭാര്യയെ കണ്ണുനീര് കുടിപ്പിക്കില്ല, അവളോട് അവിഹിതമായി പെരുമാറില്ല. ആ സമയത്ത് ഭാര്യാപിതാവ് പറയുന്നതെന്താ?
അല്ലാഹു കൽപ്പിച്ചു തന്നതുപോലെ എന്റെ പൊന്നുമോളെ നിന്റെ കയ്യിലേക്ക് ഞാൻ വിവാഹം ചെയ്തു തരികയാ. ആ വാക്കിന്റെ അർത്ഥം ഇതാണ്. ഈ ആളിച്ചോറിയത്തിലേറ്റവും മുടങ്ങിക്കേട്ട ആ വാക്കിന്റെ അർത്ഥം ഞാൻ എന്റെ ആണുങ്ങളോട് പറഞ്ഞു തരികയാ. ഓരോ പിതാക്കളോട് ഭർത്താക്കന്മാരോട് എന്റെ അല്ലാഹു കൽപ്പിച്ചതുപോലെ എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരികയാ. എന്റെ ഈ മകളിലേവരെ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ നിനക്കിഷ്ടപ്പെടാത്ത സ്വഭാവം എന്റെ പൊന്നുമോൾക്കുണ്ടാകാം. നിനക്കിഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ ഉണ്ടാവാം. അതിനെല്ലാം നീ ഉപദേശിച്ച് പരിഹരിക്കണേ. അതല്ല ഇൻസാഖ് എന്ന് പറഞ്ഞാൽ നോമ്പില്ലെങ്കിലും നോമ്പുള്ളതുപോലെ അഭിനയിക്കുക. ആ ദുസ്വഭാവം നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും സന്തോഷത്തോടെ അഭിനയിച്ച് മെല്ലെ മെല്ലെ നീ അതിനെ ശരിയാക്കണേ. ഒരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു സാഹചര്യത്തിലേക്ക് വരുന്ന പെണ്ണാണ്. അതുകൊണ്ട് അവളോട് നല്ല രീതിയിൽ നീ പെരുമാറണേ. അതല്ല അവളുടെ സ്വഭാവം നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവളെ നീ മർദ്ദിക്കരുത്. എന്റെ പൊന്നുമോളെ അടിച്ച് അവശയാക്കരുത്. അവളെ കുറിച്ച് നീ അപവാദം പറയരുത്. ഞാൻ ഈ ഏൽപ്പിച്ചതുപോലെ ഒരു പോരേൽപ്പിക്കാതെ അവളെ നീ എനിക്ക് തിരിച്ചു തന്നേക്കണേ. അവളെ നീ എനിക്ക് തിരിച്ചു തന്നേക്കണേ. അപ്പൊ നീ തിരിച്ചു തന്നാൽ അവൾ എന്റെ ജീവിതത്തിൽ ഒരു അധിക ബാധ്യതയാവില്ല. അവൾ എന്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയാവില്ല. അവളെ നീ എനിക്ക് തിരിച്ചേൽപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നത്. ആ പറച്ചിലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇതൊരു കളിതമാശയല്ല. ഇതൊരു ബലിതമായ ഉടമ്പടിയാണ്.